ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് ലാപ്ടോപ്പ് ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫീസ് ബാഗും കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ലാതെയുള്ള ഓഫീസ് ബാഗിൻ്റെ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ടൈപ്പിലുള്ള ഓഫീസ് ബാഗിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഏതൊക്കെയാണ് ആ ബാഗ് എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ടേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ലാപ്ടോപ്പ് ഇട്ട് വെക്കാൻ പറ്റുന്ന ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻ കാണാം. ആദ്യം വരുന്നത് ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ്. നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു ബാഗ് തന്നെയാണിത്. നല്ലൊരു ഡീസൻറ്റ് ലുക്കിൽ വരുന്ന ഒരു ബാഗാണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു വലിപ്പമുള്ള ഒരു സിബ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ഈവൻ നമുക്ക് ലഞ്ച് ബോക്സ് അടക്കം ഇട്ട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ, അത്രയും വലിപ്പമുണ്ട് കേട്ടോ ഈ സിബിന് വരുന്നത്. ഇനി മെയിനായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല വലുപ്പമുള്ള ബാഗാണ്. ഞാൻ ഇതിന്ന് കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കവറ് നമ്മുടെ ബാഗിൻ്റെ എക്സാക്റ്റ് ഷേപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് തന്നെ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലാപ്ടോപ്പ് ബാഗാണ് കേട്ടോ. പിന്നെ നല്ല വലിപ്പമുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. പിന്നെ അതിനകത്ത് ഒരു ചെറിയൊരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ക്യാഷ് വെക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പിറകുവശത്തായിട്ട് 2 സിബ്ബാണ് വരുന്നത്. ഒന്ന് ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. നല്ല വലുപ്പമുള്ള സിബും അതുപോലെ നല്ല വലുപ്പമുള്ള ബാഗുമാണ്. പിന്നെ പിറകുവശത്തായിട്ട് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ക്യാഷൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള സിബ് വരുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു വലുപ്പത്തിലുള്ള ഹാൻഡിലാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബാഗാണ് കേട്ടോ. അതും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബാഗുകളുടെ കളക്ഷനാണ്. ഈ ബാഗിന് വേറൊരു കളർ ഷെയ്ഡും കൂടി ഉണ്ട്. മെറൂൺ ഷെയ്ഡിലാണ് അത് വരുന്നത്. ഇതും ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെതും റേറ്റ് രണ്ടിനും ഒരേ റേറ്റാണ് വരുന്നത്. 1449 രൂപയാണ് വരുന്നത്. 1449 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത കളക്ഷൻ കാണാം. അടുത്തതും ഓഫീസ് ബാഗ് തന്നെയാണ്. ഇത് ലെതർ ടൈപ്പിൽ വരുന്ന ഓഫീസ് ബാഗിൻ്റെ കളക്ഷനാണ്. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു 3 ഡിഫറെൻറ്റ് കളേഴ്സ് ഷെയ്ഡിലുള്ള, അതായത് സെയിം ആയിട്ട് വരുന്ന ബാഗിൻ്റെ കളക്ഷനാണ് അടുത്തത് കാണിക്കുന്നത്. ഇത് നമുക്കൊരു ഡസ്റ്റി റോസ് എന്നൊക്കെ പറയാം. ആ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ഇങ്ങനെ ബെൽറ്റും കൂടി വരുന്നുണ്ട്. ഹാൻഡിൽ കണ്ടല്ലോ, ഈ ഒരു വലുപ്പത്തിലുള്ള ഹാൻഡിലാണ് വരുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള സിബ് എന്ന് പറഞ്ഞാൽ 2 സിബ്ബാണ് വരുന്നത്. രണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വലുപ്പമുള്ള ബാഗ് തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ഓഫീസിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റും. ഈവൻ ലാപ്ടോപ്പ് അടക്കം ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ലാപ്ടോപ്പ് വെക്കാനായിട്ട് പ്രത്യേക ഒരു സ്പേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. നേരത്തെ കാണിച്ച ബാഗിലെ പോലെ സാധാ ഒരു ഓഫീസ് ബാഗാണ് ഇത് വരുന്നത്. ഇത് ടീച്ചേഴ്സ് ബാഗായിട്ടും മോംസ് ബാഗായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ്, ക്യാഷ് വെക്കുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റും വരുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 രൂപയാണ്. 899 ആണ്, ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ്. പിന്നെ ഇതിൻ്റെ കളർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. കളർ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. റേറ്റും അതേ റേറ്റ് തന്നെയാണ് വരുന്നത്. 899 രൂപ, 899 ആണ്. അപ്പം ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക. ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് TTDC കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ഇതേ സെയിം ബാഗിൻ്റെ തന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ്. ഈ 3 കളർ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈനിലുള്ള ബാഗ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ കളേഴ്സൊന്നുമില്ല. അപ്പം നിങ്ങൾ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ 3 കളേഴ്സ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് മാത്രമാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണിച്ച ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഞാൻ ഏത് ടൈപ്പ് ബാഗാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബാഗ് ഇഷ്ടമായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ബാഗാണ് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്നുള്ളതൊക്കെ മനസ്സിലാവണമെങ്കിൽ
നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ബാഗ് ഇഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്ന ബാഗിൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ ബാഗിൻ്റെ കളക്ഷൻ കൊള്ളൂല എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ടോട്ട് ബാഗാണോ വേണ്ടത്, ഓഫീസ് ടൈപ്പ് ബാഗാണോ വേണ്ടത്, ഏത് ടൈപ്പ് ബാഗാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇന്ന ബാഗ് കൊണ്ടുവരുമോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ഇനി ഞാൻ കൊണ്ടുവരുന്ന ബാഗിൻ്റെ കളക്ഷൻസൊക്കെ. അപ്പോൾ നിങ്ങൾ കുറേ ആയിട്ട് ഓഫീസ് ബാഗിൻ്റെ കളക്ഷൻ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചധികം ഓഫീസ് ബാഗ് തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ തന്നെ പറയുക ഏത് ടൈപ്പ് ബാഗ് കൊണ്ടുവരണം. അതുപോലെ ഇന്ന് കൊണ്ടുവന്നതിൽ പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മോഡലോ കളറോ അങ്ങനെ വരുന്ന ബാഗ്സ് കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയുക കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.